Milma presents Fira Foods Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE and നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. ലോകമെമ്പാടുമുള്ള കൈരളിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒത്തുചേരലിന്റെയും ഒരു ഓണാഘോഷം സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മലയാളി ഓണം ആഘോഷിക്കാതിരിക്കില്ല. നമുക്കും ആഘോഷിക്കാം. ആർപ്പോ Milma presents Fira Foods Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE and നമ്മുടെ രാമചന്ദ്രൻ. ഓണം നമ്മളങ്ങ് പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുക അല്ലേ? അട്ടിച്ച് പൊളിക്കാൻ. റാംവാക്കിലൂടെ നമ്മളങ്ങ് തുടങ്ങി പാട്ട് പാടാൻ പോകുന്നു. ഇതുപോലെ ഫാഷൻ ഷോയ്ക്ക് ചെയ്യുന്നത് പോലെ റാംവാക്ക് ചെയ്തിട്ടുള്ള ആരൊക്കെ ഉണ്ട് ഇവിടെ? ഇതിൽ ആർക്കൊക്കെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്? ഞാൻ മിസ്റ്റർ ഹോച്ച് പോഷ് 95 മിസ്റ്റർ ഹോച്ച് പോഷ്. അത് ഒരു കോമ്പറ്റീഷനിൽ ബെസ്റ്റ് മോഡൽ തിരഞ്ഞെടുക്കപ്പെട്ട് അത് കഴിഞ്ഞ് മോഡലിംഗ് ഒരു 1.5 വർഷം പ്രോപ്പറായിട്ട് മോഡലായിട്ട് തന്നെ നിന്ന് റാമ്പ് വാക്കൊക്കെ കുറേ ചെയ്തിട്ടുള്ളത്. 10-20 വർഷം കഴിഞ്ഞു. 10-20 വർഷം. നവീന്? ഞാനൊരു ഓണത്തിന് ഇതുപോലെ ചെന്നാണ്. എന്തായിരുന്നു ആ പരിപാടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പണ്ട് ചെറുപ്പത്തിലായിരുന്നു. കാര്യം ഫാഷൻ ഫീൽഡിൽ നിന്നാണല്ലോ ഇതിലോട്ട് വന്നത്. അപ്പോൾ അതിലെനിക്ക് സെക്കൻഡ് റണ്ണറപ്പായിട്ട്. നമ്മുടെ അർച്ചനയുടെ ചേച്ചി കൽപ്പനയുടെ ഒരു ബൊട്ടീക്കിന്റെ ഫാഷൻ ഷോ ടാഗോറിലുണ്ടായിരുന്നു. സോ ആ സമയത്ത് ഞാനും അർച്ചനയും കൂടെ ഷോ സ്റ്റോപ്പറായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. ഇങ്ങനെ നടന്നു ചെയ്യില്ലല്ലോ. ഷോ സ്റ്റോപ്പറായിട്ട് 2 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ പ്രൊഫഷണൽ രീതിയിലല്ല. ഞാൻ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒന്നൊരു വലിയൊരു ഇവന്റ് അല്ല, ഒരെണ്ണം ഒരു ഇവന്റിൽ ചെയ്തു. FTVയുടെ ഒരു ഇവന്റിൽ ചെയ്തു, ക്രൗൺ പ്ലാസ വെച്ചിട്ട്. അത് നന്നായിട്ട് പോയി. രണ്ടാമത് ഞാൻ ഒരു ഷോയിൽ ചെയ്തു. അത് ഭയങ്കരമായിട്ട് വൈറലായി. ലോകം അപ്പൊ അങ്ങനെ അനുഭവം ഉണ്ട്. ഞാൻ മിസ്റ്റർ വാന 2018 ടൈറ്റിൽ വിന്നറായിരുന്നു. ഞാൻ കേരളത്തിലെ കുറേ ബ്രാൻഡുകളുടെ ഷോ സ്റ്റോപ്പർ ആകാൻ പറ്റിയിട്ട് ഞാൻ പിന്നെ മത്സരങ്ങളിൽ കണ്ടിന്യൂസ് പങ്കെടുത്തിരുന്നു. ആ സമയത്ത് ഇപ്പം ഇല്ല. ഞാൻ 6ഓളം വേദികളിൽ വിന്നറായിരുന്നു. ഏറ്റവും മിസ്റ്റർ വാൻഡറായിരുന്നു. ഞാൻ വിന്നറൊന്നും ആയിട്ടില്ല. ഡാലുവിന്റെ പ്രോഗ്രാം, ഡാലുജിയുടെ പ്രോഗ്രാമിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡാലു കൃഷ്ണദാസ്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഈ ഡ്രസ് എന്താ തമിഴ് എക്സാമിന് തുണ്ട് വെച്ചേക്കുന്നതാണ്. എനിക്ക് തമിഴ് ഭാഷ അറിയില്ല. അമ്മായൻ തഴൈത്താഴെ നന്ദി മകനെ നന്ദിയേ ഓണം. എന്താണ് ചേട്ടാ അർത്ഥം? ഓണം ഹാപ്പി ഓണം. ഓണത്തിനാ ഹാപ്പി ഓണം. അതെ, ഹാപ്പി ഓണം തമിഴിൽ എഴുതിയിട്ടുള്ളതാണ്. ഇതാരോ ഗിഫ്റ്റ് കൊടുത്തതാ? മറ്റേ വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി. ഞാൻ വിഷ്ണു വെറൈറ്റി പിടിച്ചതാ. ഓണം വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പെട്ടെന്ന് എല്ലാവർക്കും കൂടെ ചേർന്നൊരു പാട്ട് കൂടി. ഏല ഏലേല ഹ ഏല ഏലേല പാടു. ഏല ഏലേല ഹ ഏല ഏല. വിത്തെറിഞ്ഞു കൈകുഴയുമ്പോ പാടുന്നൊരു പാട്ട്, കളപറിച്ചു മെയ്കുഴയുമ്പോ പാടുന്നൊരു പാട്ട്. ഹ ഏല ഏലേല ഏല ഹ ഏലേല. വണ്ടിയുന്തി കൈകുഴയുമ്പോ പാടുന്നൊരു പാട്ട്, വഞ്ചിയുന്തി മെയ്കുഴയുമ്പോ പാടുന്നൊരു പാട്ട്. ഹ ഏല ഏലേല ഹ ഏല ഹ ഏലേല. പണ്ടത്തെ തമ്പ്രാക്കൾ പണ്ടെങ്ങോ പോയടി പെണ്ണാളെ, പാട്ടം പറഞ്ഞവരും പിന്നെങ്ങോ പോയടി കണ്ണാളെ. ഹ ഏല ഏല ഹ ഏല ഏല. ഒത്തൊരുമിച്ചക്കെട്ട വീണ്ടും പാടടി പെണ്ണാളെ, രക്തക്കതിരുള്ളൊരു സൂര്യൻ ഉദിക്കാറായടി കണ്ണാളെ. ഹ ഏല ഏലേല ഹ ഏല ഏലേല ഹ ഏല ഏലേല ഹ ഏല ഏലേല ഏല ഏല. Milma presents Fira Foods Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE and നമ്മുടെ
രാമചന്ദ്രൻ. ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറം പകരാനായിട്ട് ഒരു താരത്തെ കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. മറ്റാരുമല്ലാതെ നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ അഭിമാനമായ തിരുവനന്തപുരത്തുകാരിയായ വാമനപുരത്തുകാരിയായ തൻ്റെ യശസ്, തൻ്റെ മിടുക്ക് കേരളത്തിൽ മാത്രമല്ല തെന്നിന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ച പ്രകാശിപ്പിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരി, ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയങ്ക. ഹാപ്പി ഓണം. കുറച്ചുകൂടി ശക്തമായിട്ട് പറയണ്ടേ നമുക്ക്? ഹാപ്പി ഓണം. ഒരു ആർപ്പ് വിളിച്ചേ. അല്ല, പ്രിയങ്ക ലീഡ് ചെയ്യാൻ പോണു. വിളിച്ചേ. ആർപ്പോ അവിടെ ഒരെണ്ണം കൊടുക്ക്. ആർപ്പോ ആർപ്പോ. ഇപ്പോഴാണ് ഓണത്തിന്റെ ഒക്കെ ഒരു മൂഡ് വന്നത്. അതാണ് നമ്മളിങ്ങനെ ഒരു ഓണം സെലിബ്രേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് മുഴുവൻ ഇങ്ങനെ പൂക്കളങ്ങളുടെയും പൂവിളികളുടെയും ആർപ്പുവിളികളുടെയും ഒക്കെ ആരവത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ അതിഥിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്ക എത്തിയത്. വളരെ സന്തോഷം. കാര്യം ഇവിടെ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. കാര്യം എല്ലാവരും അറിയുന്നവരാണ്, ഒരേ കുടുംബമാണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓണം എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ, അതോ വേറെ എന്തെങ്കിലും? ഇല്ല, ഇപ്രാവശ്യത്തെ ഓണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വീട്ടിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവണമെന്ന് വിചാരിക്കണു. ഈ ലാസ്റ്റ് മൊമെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിലുണ്ട്. ഓക്കെ. പക്ഷേ ഈ മേക്ക് ഓവർ ഉണ്ടല്ലോ, ഞാൻ വന്ന സമയം തൊട്ട് അതാ ശ്രദ്ധിക്കണേ, ഭയങ്കര ചേഞ്ച്. മുടി വെട്ടിയതാണോ? മുടി വെട്ടിയതുണ്ട്, സ്ലിമ്മായി, ഭയങ്കര കുറച്ചും കൂടി Basically, സുന്ദരിയാണ്. പക്ഷേ slim അല്ലേ? അല്ലേ? പിന്നല്ലേ പിന്നെ പണ്ട് തൊട്ട് പണ്ട് ഇത്രയും വർഷമായിട്ട് കാണുന്നത്. അത് ഭയങ്കര വണ്ണമുള്ള ആളാക്കി. എന്നാലും ഇപ്പൊ ഈ ഒരു മേക്ക് ഓവറിന്റെ ഒക്കെ ഒരു രഹസ്യം ഞങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? അല്ല, 1-2 പ്രോജക്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ലുക്സിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത്. മുടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ നമ്മളെ മടക്കുമ്പോഴത്തേക്ക് ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ അത് പിന്നീട് അതൊരു ക്യാരക്ടറിന് ഗുണമാവുന്ന രീതിയിലേക്ക് അത് മാറി. അപ്പൊ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു മാറ്റമാണ്. ഇപ്പോ തമിഴാണോ മലയാളമാണോ ഇപ്പൊ പ്ലാൻ? രണ്ടും ഉണ്ട്. തമിഴും മലയാളവും കമ്മിറ്റ് ചെയ്ത കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്. അതിന്റെ കുറച്ച് പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടക്കുന്നു. ഞങ്ങൾക്ക് തിരുവനന്തപുരത്തുകാർക്ക് അഭിമാനിക്കപ്പെടുന്നത് വാമനപുരത്തുകാരിയാണല്ലോ. അപ്പൊ അതാണ് ഞങ്ങൾ. അപ്പൊ അത് എപ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴും ഇങ്ങനെ ഉയരങ്ങൾ താണ്ടുമ്പോഴും ഒക്കെ ഒരുപാട് നമ്മളൊക്കെ ഒരുമിച്ച് ഒരു സമയത്ത് മിനി സ്ക്രീനിൽ നിന്ന് വന്ന ആൾക്കാരാണ്. കാര്യം എന്താ, ബീന ചേച്ചിയുണ്ട്, യമുന ചേച്ചിയുണ്ട്, ദീപനും ഞാൻ ഒരുമിച്ച്. പിന്നെ നമ്മളൊന്നും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ക്രിസ് ചേട്ടനെ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് നമുക്കൊരു സ്റ്റൈൽ. അതെ, സുഹൃത്തുണ്ട്. ചേട്ടനെ ഞാൻ കർണിക എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ദിവ്യ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. പിന്നെ ഞാൻ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട് താങ്കൾ. അപ്പൊ അതുകൊണ്ട് നാദിറ ഉറപ്പായിട്ടും. അപ്പൊ എല്ലാവരും വേണ്ടപ്പെട്ട, പിന്നെ ഇത് പറയണ്ട, നമുക്കെല്ലാവർക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇവിടേക്ക് വന്നപ്പോഴത്തേക്കൊരു എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എല്ലാവരും. അതെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ ഈ പറഞ്ഞ നമ്മുടെ ഈ അടുക്കളയിലേക്ക് നമ്മൾ എപ്പോഴും പറയുന്നത്, അടുക്കളയിൽ നിന്ന് അരങ്ങ്, അപ്പുറത്ത് അടുക്കള, ഇവിടെ അരങ്ങ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്താൻ നമുക്ക് നിമിഷം മാത്രം മതി. അപ്പോൾ ഇവിടെ വരുന്നതെല്ലാം നമ്മുടെ കുടുംബക്കാർ തന്നെയാണ്, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സൗഹൃദം ഒക്കെ തന്നെയാണ് വരാറുള്ളത്. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ഈ സാധാരണ നമ്മൾ വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന ഗസ്റ്റ് നമുക്ക് ചെയ്തു തരാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ഓണമല്ലേ, ഇങ്ങനെ ഇരുന്നാ മതിയോ? പോരാ, ഇങ്ങനെ ഇരുന്നാ ഉഷാറാവണ്ടേ നമുക്ക്? പറഞ്ഞോ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യാൻ റെഡിയാ? ഓണക്കളി വേണ്ടേ? ഓണത്തല്ല് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അത് ലാസ്റ്റ് ആയിക്കോളും, ഓണത്തിലായിക്കോളും. ഓണത്തല്ല അവിടെ നിന്നൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഓണക്കളികൾ തുടങ്ങാം നമുക്ക്. റെഡിയാണ്. റെഡി. പ്രിയങ്ക, ഈ കുട്ടിക്കാലത്ത് നമ്മുടെ ആ സമയത്ത് ഈ ചെറിയ പ്രായത്തിലൊക്കെ ഓണക്കളികൾ എന്ന രീതി, നമ്മുടെ ഇവിടുത്തെ നാട്ടുപ്രദേശത്തുകാരായതുകൊണ്ട് അത്തപ്പൂടാൻ പോവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓണക്കളികൾ, അതൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഏതെങ്കിലും സാധനങ്ങൾ?
അത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ആത്തപ്പൂക്കള മത്സരം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചെറിയ ചെറിയ നമ്മളുടെ തൊട്ടടുത്തുള്ള എന്താ പറയാ കുഞ്ഞു കുഞ്ഞു അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്. ക്ലബുകളുടെ പരിപാടി നാരങ്ങ സ്പൂണിൽ കൊണ്ടുപോവാ. അല്ല, നാരങ്ങ സ്പൂൺ അല്ലേ? പണി വാങ്ങി കെട്ടിയോ? പണി പോകുന്ന വഴിയേ കസേരകളി, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുമെന്ന് ഇപ്പൊ. വടം വലി, ഉറിയടി, അതില്ല കേട്ടോ, അതില്ല. അത്തപ്പൂക്കള മത്സരം അതൊക്കെ തന്നെ. അപ്പൊ നമുക്ക് ഓരോ ഗെയിമുകൾ തുടങ്ങിയാലോ? തീർച്ചയായും. രണ്ട് ടീമായി മാറുന്നല്ലേ പ്രിയങ്ക നല്ലത്? എന്തിനാ ഇവരിപ്പോ രണ്ട് ടീമായിട്ടല്ലേ ഇരിക്കുന്നത്? ഇനി എന്തിനാ പിരിക്കുന്ന? എന്തിനാ ഇത് ഇങ്ങനെ തന്നെ പോരെ? അങ്ങനെ ഗേൾസ് ബോയ്സ് അങ്ങനെ ഇന്നത് വരെ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നാരങ്ങയിൽ സ്പൂൺ വെച്ചുള്ള ഓട്ടമാണ്. പ്രിയങ്ക ആദ്യം ഒന്ന് ഡെമോ. ഓ, തുടക്കം ഞാനാണ്. അങ്ങനെ വേണമല്ലോ, അതാണ് ഐശ്വര്യമുള്ള ആൾക്കാരാണ്. ഗണപതിയാണ്. ഗണപതി. ഒരു സ്പൂണ് എടുക്കുക. ഹാപ്പി ഓണം. അപ്പൊ അങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കണം. എന്നിട്ട് കയ്യടി കൊടുക്കാം. ടേബിൾ തട്ടി മറിക്കാതെ വളരെ നല്ല പ്രകടനമായിരുന്നു. ഇങ്ങനെയല്ല, പക്ഷെ ഇങ്ങനെയല്ല ചെയ്യുന്നത്. നാരങ്ങയ്ക്ക് വരെ നമുക്ക് പ്രിയങ്കയ്ക്ക് നമ്മളൊരു എക്സ്ക്യൂസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളാണ് മത്സരാർത്ഥികൾ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വാ കൊണ്ട് സ്പൂൺ ഇങ്ങനെ എടുക്കുന്നു, അതിന് കയ്യിൽ വെക്കുക, എന്നിട്ട് ഇങ്ങനെ റെഡി. തുടങ്ങാം നമുക്ക്. അവിടെ നിന്ന് ഒരാള്, ഇവിടെ നിന്ന് ഒരാള്, ഇവിടെ നിന്ന് ഒരാള്, അവിടെ നിന്ന് ഒരാള്. പ്ലീസ് റെഡി റെഡി. 1 2 3 ടേബിൾ ടേബിളിൽ തൊടാൻ പാടില്ല. കൈ അടിച്ചു കൊടുക്കാട്ടോ. ഓണക്കളി കേരളത്തിൽ ഇന്നത് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഓണക്കളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ പോയ ആക്ച്വലി ഞങ്ങള് രണ്ടു പ്ലാൻ ഉണ്ടായിരുന്നു. ഇൻ കേസ് ഒരു നാരങ്ങ കയറി രണ്ട് നാരങ്ങ സപ്പോർട്ട് ഇടാന്ന് വിചാരിച്ചു. പക്ഷെ ഒറ്റ നാരങ്ങ കടിച്ചെടുത്ത് കൊന്തി തള്ളി അവിടെ പോയിട്ടു. ക്രിസ്തേട്ടൻ അങ്ങേ അച്ഛൻ വരെ പോരാടി പോയി. ഞാൻ ഇന്നലെ പറഞ്ഞില്ല പോവും, പക്ഷെ കാര്യമില്ലല്ലോ. ശരി, ഞാൻ അടുത്താരാ? ഒരേ ടീമാണ്, പക്ഷെ രണ്ടായി പിരിഞ്ഞു. ദീപൻ അടിപൊളി. എടുത്തോ, പിടിച്ചോ, തള്ളിയിട്ടോ. ആണെങ്കിൽ ആണായി പറഞ്ഞ കടയാടി പേടിയതാ പോകുന്നു. ഗേൾസ് ടീമിന് 0.1, സേഫ് ബോയ്സ് ടീമിനും 0.1. ഇപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇവർ ആരായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്? ഒരു ഐഡിയ ഇല്ല.
ഞാനെപ്പോഴും പറയും സ്ത്രീകൾ വിൻ അടുത്തതായി മത്സരിക്കാൻ വരുന്നത് വിഷ്ണുവും നാദിറ. Ready? 1 2 3 Start. Yes, yes, yes. Come on, വിഷ്ണു. വിഷ്ണു Come on, വിഷ്ണു. വിഷ്ണു, പറ്റും. വിഷ്ണു, ഉള്ളിലോട്ട്. നാദിറ, come on, come on. എടാ, സൈഡിലേക്ക്, സൈഡിലേക്ക്. ഓ, നാദിറ, come on. കൈകൾ ഉപയോഗിക്കാതെ Yes, 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 yes. ഒന്നിച്ചൊക്കെ കളിച്ച് പൊയ്ക്കോ. ഒന്നിച്ചൊക്കെ കളിച്ച് പൊയ്ക്കോ. ഒറ്റക്കാണ്, വാ. ഒറ്റക്കാല്. ദാ, ദേ. Come on, വിഷ്ണു. Yes, yes. ഈ കാലനോട് ആരെങ്കിലും ഒന്ന് മിണ്ടാതിരിക്കാൻ പറ. ഫോട്ടോ ഫിനിഷ് ആരാണെന്ന് കണ്ടുപിടിക്കണം. ഞാനാണോ? ആന്നോല്ലോ. നാദിറയാണ്. ആന്നോല്ലോ. പിന്നെ അത് മാത്രമല്ല. അല്ല വിഷ്ണു നന്നായി. പിന്നെ രണ്ടുപേരും ഇട്ടുമല്ലോ. നമ്മുടെ പവർ ഉണ്ട് ടീമിന്റെ. അപ്പൊ ഇനി അടുത്ത ആൾക്കാർ വരട്ടെ. നവീൻ ആൻഡ് ബീന ചേച്ചി. ഭയങ്കര സത്യമായിട്ടും ബീന ചേച്ചിക്ക് വരെ പറയാൻ ഗെയിം എന്ന് പറഞ്ഞ് ഞാൻ ചാടി അപ്സര. ഇറങ്ങുന്നത് എനിക്ക് പറ്റാ. അപ്സര ആ, ഓക്കെ. അപ്സര. എന്നാ ശരി. അപ്സര ബീന ചെയ്യടാ. ചേച്ചിക്ക് വയ്യാത്ത സ്ഥിതിക്ക് അപ്സര. അപ്സര, അപ്സര, അപ്സര. Ready? Ready? 1 2 3 start. കിളികൾ പറന്നു. നവീൻ അറക്കൽ. Yes. നവീൻ അർപ്പിക്കൽ. സ്ത്രീകൾക്ക് സ്ത്രീ പെട്ടെടുത്ത് കാണിക്കാനായി നവീൻ അറക്കൽ. നവീൻ അറക്കൽ പോയി. ഇതൊക്കെ കളിച്ചുകൊണ്ട് ദാ നവീന്റെ നാരങ്ങ അപ്പുറത്തെ രായണ്ണ കള്ളക്കളി ആണെങ്കിൽ അവര് മതി നോക്കും. പോകും. അപ്സരടിക്ക് പോകും. ടൈമുണ്ട്. അപ്സരടിക്ക് പോകും. അപ്സര അപ്സരടിക്ക് പോകും. അപ്സരടിക്ക് പോകും. അപ്സര അപ്സരടിക്ക് പോകും. അപ്സരടിക്ക് പോകും. ചാടി ആടോന്ന്. ഫൗൾ ഫൗൾ. അപ്സര കൊല്ലവരെ കൊല്ലി. അല്ല, ഇത് ഷേപ്പില്ലാത്തൊരു നാരങ്ങ. പുരുഷന്മാരുടെ അപമാനം. അല്ല, എനിക്ക് കിട്ടിയ നാരങ്ങയുടെ ഷേപ്പ് കൊള്ളൂലായിരുന്നു. അപ്സരക്ക് നല്ല കറക്റ്റ്. അതങ്ങനെയാണ് പക്ഷേ ഞങ്ങൾ ലേഡീസ് തോറ്റിട്ടില്ല 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 കേട്ടിട്ടില്ല. ഇത് ഞങ്ങൾ പ്രിയങ്ക ചേച്ചിക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു. ഇനിയും ഒരുപാട് കളികളുണ്ടല്ലോ. രാവിലെ പാട്ട് മത്സരത്തിന് കാണാം. അതിന് നോക്കാം. ഈ അപ്പുക്കുട്ടി നേരെ ടീമിൽ വന്നപ്പോഴാണ് ഞങ്ങൾ നോക്കും. അയ്യേ 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 ബീന ചേച്ചിയായിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചാലേ. അയ്യേ. ആ പോട്ടെ. ആദ്യത്തെ മത്സരം ഓണക്കളി അവസാനിച്ചു കഴിഞ്ഞു. അതെന്നെ നമ്മളങ്ങ് കൊണ്ടുപോയി എല്ലാം എങ്ങനെ ശരിയാവും? അല്ല ടൈ ടൈ 3-3. 3-3. എന്നെ നോക്കൂ. ഒരു മിനിറ്റ് അകത്ത് പോയില്ല. 1 2 3. ഓക്കെ 1 2 3 ടൈ. പക്ഷെ ഞങ്ങളാ ഇല്ല ഇല്ല ഇല്ല. അല്ല 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 അല്ല. കള്ളക്കളി എങ്ങനെ കള്ളക്കളി? അതെങ്ങനെയാണ് ശരിയാവും? അല്ല അത് നവീൻ കൊണ്ട് ഇട്ടതല്ലേ. ഞങ്ങൾ ഓണോട്ട് കള്ളം പറയില്ല. ഒരു മിനിറ്റ് പ്രിയങ്ക എന്താ പറയുന്നത്? നവീൻ ഇവിടുന്ന് സ്പൂണില് നാരങ്ങ എടുത്തിട്ടില്ല, കൈ കൊണ്ട് എടുത്തുകൊണ്ട് ഇട്ടതല്ലേ അത്. ആ സ്പൂണ് വാ കൊണ്ട് എടുക്കണം എന്നുള്ളതായിരുന്നു. ഇല്ലാതെ നവീൻ ഓടിക്കൊണ്ടുവന്ന് വിടായിരുന്നു ഇത്. ഒരു മിനിറ്റ്, ഈ ഓണത്തിന്റെ കോൺസെപ്റ്റ് ഏതാണ്? കള്ളവുമില്ല, എള്ളവളമില്ല, പൊളി വചനമായി പോയി. ക്യാരക്ടർ കള്ളനെ നമ്മൾ കണ്ടെത്തി. സമ്മാനം മികച്ച വിജയിച്ചവർക്കുള്ള സമ്മാനം. വിജയിച്ച ടീം എല്ലാവരും തലവേനാണെങ്കിലും മേടിക്കാം. ഇതിനെപ്പറ്റി രണ്ട് വാക്ക് പ്രിയക്ക് സംസാരിക്കാനുള്ളത്. ഈ അസുലഭ മുഹൂർത്തത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്ത്രീകളുടെ ശക്തി നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, തെളിയിച്ചിരിക്കുകയാണ്. എന്തുവാണ് ഞാനിവിടെ സമ്മാനം കൊടുക്കാലോ. ഹീറോ
ചേച്ചി കൊടുക്കോ? അയ്യോ, സമ്മാനം കൊണ്ട് സമ്മാനം വേണ്ടേ? സമ്മാനം. Happy Onam, happy Onam. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by അമൃതവേണി KSFE and നമ്മുടെ രാമചന്ദ്രൻ. രാമചന്ദ്രൻ. ഒരു ഓണപ്പാട്ട്. ആ വേണം 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 വേണം. ഇവള് പാടും നന്നായിട്ട്. പ്രിയങ്ക. നമുക്ക് എല്ലാവർക്കും കൂടെ പാടാം. പ്രിയങ്ക തുടങ്ങി വെക്കൂ. ഏത് പാട്ട് പാടാം? ഓണവുമായിട്ട് ബന്ധപ്പെട്ട് മോണിക്ക് പാടും. എന്നാ പിന്നെ മാവേലിയെ തന്നെ അങ്ങ് കൊണ്ടുവരാം. മാവേലി നാടു പണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ഒന്നുമില്ല മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പക്ഷേ ഈ പാട്ട് പാടുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ പ്രിയങ്ക ഇങ്ങനെ നവീനെ നോക്കുന്നു. അല്ല, അതാണ് ഞാൻ കള്ളത്തരം ഇങ്ങനെ നോക്കണേ. അതറിയാതെ ആ ഒരു കള്ളത്തരത്തിൽ കണ്ണു പോയതാ. ഞാൻ പ്രിയങ്ക നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോ അവിടെ നിന്ന് 8 കണ്ണുകൾ അങ്ങോട്ട്. അപ്പൊ ഇവിടത്തെ അതല്ല, ഞാനൊന്ന് നോക്കി, അവരെല്ലാരും നോക്കി. അപ്പൊ അതിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? കള്ളത്തരം ചെയ്തതുപോലുള്ള റിയാക്ഷൻ ആയിരുന്നു. അതെ. ഓക്കെ, ഗംഭീരായിരുന്നു. ഓണം റിലേറ്റഡ് ആർക്കെങ്കിലും ഒരു പാട്ടോ എന്തെങ്കിലും? 20 വർഷം മുന്നേ കൈരളിയുടെ ഒരു പ്രോഗ്രാമിൽ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിരുന്നു. ഇപ്പൊ 2025, അത് 2005-ലായിരുന്നു. അപ്പോൾ അതൊരു ഇതേപോലെ ടീമായിട്ട് ഞങ്ങൾ കുറെ പാട്ടും കളിയൊക്കെ ആയിട്ട്. ഇത്ര നല്ല ടീമല്ല. അല്ല, അത് ഞാൻ അല്ല അതേ ആ 2 വരി ഉറപ്പായിട്ടും. സന്തോഷം. ആരോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ ആരോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. ഈ ഒരു ഒറ്റ പാട്ട് പെട്ടെന്ന് എത്രയോ വർഷത്തിലേക്ക് മൊത്തം ഓർമ്മകളെ കൊണ്ടുപോയി. അത്രയും സന്തോഷം പെട്ടെന്ന് നിറച്ചു എന്നുള്ളതാ. അന്ന് മത്സരത്തിൽ പാടിയ ഏതെങ്കിലും ഒരു ലളിതഗാനത്തിന്റെ 2 വരി ഓർമ്മയുണ്ടോ? അല്ല, അന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരുന്നത് ഓൾ ഇന്ത്യ റേഡിയോയില് കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗസന്ധ്യയിൽ രാസ ക്രീഡാകഥയിലെ നായികേ ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗസന്ധ്യയിൽ. അത് ഈ ക്ലാസ് കേൾക്കുമ്പോൾ, ഈ റേഡിയോയിൽ കേൾക്കുമ്പോൾ ആദ്യം മറ്റേ വരികൾ പറയും. ഓടൽ കുഴൽ വിളി ഒഴുകി ഒഴുകി വരും. എന്നിട്ട് ഓരോ ലൈനായിട്ട് അപ്പൊ നിർത്തി പാടുന്നു. ഇതിൽ പറയണ പോലെ സർഗം സിനിമയിൽ ആ സീൻ കാണുമ്പോഴും ആ റേഡിയോ ക്ലാസ്സസ് ആണ് ഓർമ്മ വരിക. അപ്പൊ രാധാകൃഷ്ണൻ സാർ കറക്റ്റ് ചെയ്യും. അങ്ങനെയല്ല, ഇങ്ങനെ അങ്ങനെ നമ്മൾ പഠിക്കും അതിന്റെ കൂടെ. ആ ഒരു കൾച്ചർ മാറി. ഓർമ്മ പറയുമ്പോൾ ഈ ലളിതഗാനം പലപ്പോഴും ആ ക്ലാസ്സുകളെല്ലാം പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ദിവസങ്ങളിൽ. അപ്പോൾ രാവിലെ ഈ ക്ലാസ് പേപ്പറും ബുക്കുമായിട്ട് ഇരുന്നിട്ട് ആ വരികൾ നമ്മൾ എഴുതി 4 വരിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ എന്നിട്ട് അത് പഠിപ്പിക്കും. അടുത്ത ആഴ്ച അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അത് പിന്നെ അടുത്ത 4 വരി അങ്ങനെ ഞാൻ പഠിച്ച എത്രയോ ലളിതഗാനങ്ങളുണ്ടായിരുന്നു. ആകാശവാണിയിലൂടെ പഠിച്ച എത്രയോ ലളിതഗാനങ്ങൾ.
ഞാനൊന്ന് റിസ്ക് എടുത്തോട്ടെ? തീർച്ചയായും. സപ്പോർട്ട് ചെയ്യണോട്ടാ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും മോശമായാലും നല്ലതായാലും സപ്പോർട്ട് ചെയ്യാം. റെഡി 1 2 3. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. നവീൻ നവീൻ awesome നവീൻ. ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ പറയട്ടെ. ഞാൻ പറയാത്തോണ്ടാ ഞാൻ തന്നെ പറഞ്ഞു. ഇല്ല ഞങ്ങൾ പറയും. ഉറപ്പായിട്ടും നന്നായിരുന്നു. ചേച്ചി സൂപ്പർ. പ്രിയങ്ക ഓക്കെ അല്ലേ? അടിപൊളിയായിരുന്നു. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല, അറിഞ്ഞില്ല പറഞ്ഞില്ല. വയ്യ. പക്ഷെ നമ്മുടെ ഭാഗത്ത് ഒരു പാട്ട് വേണം. അല്ലെ അവരിങ്ങനെ സ്കോർ ഇല്ലെങ്കിൽ അപ്സര പാടുവേ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ വാഗം വാങ്ങാൻ നീയും വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഓണപ്പാട്ട് ഓണക്കളികൾ അടിപൊളിയല്ലേ? പൊളിയാടി. ബാല്യത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയതാണ് അല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഈ നിരന്ന തറയിലാണ്. പക്ഷെ അതിന് മുന്നേ ഉള്ള ഓർമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് മണ്ണ് കുഴയ്ക്കും, കൊണ്ടുവന്നിട്ട് മണ്ണ് കുഴച്ച് ഈ നിലന്തല്ലി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൂമ്പനെ കൂട്ടിയിട്ടും ഇങ്ങനെ ഈ തട്ട് പോലൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ മറന്നതായിരുന്നു കേട്ടോ. എത്തിയോ മറന്നിരുന്നതെല്ലാം മെഴുകി എന്നിട്ട് പൂക്കൾ ഇങ്ങനെ തട്ടായിട്ട് വെച്ച് അതെല്ലാം മറന്നു. ലാസ്റ്റ് ഏറ്റവും വലിയ റൗണ്ട്. അതെ അതെ ഉച്ച സദ്യയെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ അമ്പും വില്ലുമായിട്ട് ഇറങ്ങും. അതെ അടയൊക്കെ ഉണ്ടാക്കിയ ശേഷം നെയ്യ് ഇത് എയ്തെടുക്കാൻ വേണ്ടിട്ട് പോകാറുണ്ട്. അതിനിടെ പുലികളിയുണ്ട്, വടംവലിയുണ്ട്. അല്ല പുലികളി നമ്മളിങ്ങനെ പുലിയുടെ വേഷമൊക്കെ കെട്ടി നമ്മളിങ്ങനെ നമ്മൾ തൃശ്ശൂർ കാണുന്ന പോലുള്ള അല്ലാതെ നമ്മൾ ഈ വാഴയിലയുടെ ഓർമ്മയുണ്ട്. വാഴയില കുമ്മാട്ടി മുഖത്ത് മാസ്ക് വെച്ചിട്ട് ദേഹം മുഴുവനും ഉണങ്ങിയ വാഴയില കെട്ടി കുമ്മാട്ടി ഉണ്ടായിരുന്നു. ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞ് കണ്ണൂർ സൈഡിൽ താടി വെച്ചിട്ട് ചുവന്ന താടി വെച്ചിട്ട് എല്ലാ വീട്ടിലും വന്ന് നല്ല വിശേഷം പറയുന്ന ഓണപ്പൊട്ടൻ. ഇതിനൊക്കെ ഓരോ ഇതുണ്ട്. പക്ഷെ ഇല്ല ഇപ്പൊ ഇതെല്ലാം നശിച്ചിപ്പോ ഓണപ്പൊട്ടനില്ല, ഇങ്ങനത്തെ കളികളില്ല, പാട്ടില്ല, കുമ്മാട്ടിയില്ല. ചെറുപ്പത്തിൽ ഈ കുമ്മാട്ടി കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിച്ച് പിള്ളേരെല്ലാരും പേടിച്ച് പോകും. കാരണം ഇത് ഫുള്ള് ഇലയൊക്കെ വെച്ച് പോയിട്ട് ഞങ്ങളെ കാണുമ്പോൾ ഓടി അടുത്തേക്ക് വരും. അപ്പൊ പേടിച്ച് ഓടുമായിരുന്നു. നമ്മൾ പൈസ കൊടുക്കും, അവർക്ക് വരുന്നവർക്ക് പൈസ കൊടുത്ത് ഗിഫ്റ്റ് കൊടുക്കും. ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ പോലെ ഓണപ്പാട്ടായി ഓണക്കളികളായി. കുമ്മാട്ടി സിനിമയായിട്ട് വന്നപ്പോ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? കറുകര കാർമുകിൽ കൊമ്പനാന പുറത്തേറിയേഴുന്നള്ളും മൂർത്തേ. കറുകര കാർമുകിൽ കൊമ്പനാന പുറത്തേറിയേഴുന്നള്ളും മൂർത്തേ. ജിഗി ജിഗി തക്കം തേരേ ജിഗി ജിഗി തക്കം തേരേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ ജിഗി ജിഗി തക്കം തേ. ഇത്രയും എല്ലാരും ഓണത്തിന്റെ ഓർമ്മകൾ പറഞ്ഞു. എന്റെ ഓർമ്മയിൽ എന്തായിരുന്നു അറിയില്ല. ഈ കുപ്പിയിലും ഭരണിയിലും ഉള്ള ചിപ്സും അരിയുണ്ടൊക്കെയാണ്. ഓണം തുടങ്ങാൻ 10 ദിവസം മുന്നേ ഇതെല്ലാം വീട്ടിൽ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് ഈ ടിന്നുകളിലെല്ലാം പലഹാരങ്ങൾ എല്ലാം പലഹാരം ഉണ്ടാകും. മുത്തശ്ശി ഉണ്ടായിരുന്നു. അമ്മ എല്ലാം ഉണ്ടാക്കി 10 ദിവസം മുന്നേ ഇത് ഉണ്ടാക്കിയിട്ട് ഓരോ ടിന്നിലും ഡപ്പിയിലും ആക്കിയിട്ട് നമ്മുടെ ഒരു മുറിയുണ്ട് ഇതൊക്കെ വെക്കുന്ന അവിടെ വെച്ച് പൂട്ടും. എന്താ അറിയോ, ഓണം വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഞങ്ങൾ തിന്ന് തീർക്കൂലേ പിള്ളേരൊക്കെ. പൂട്ടിയിട്ട് ഈ ഓണം വരുന്ന ആ ദിവസം ഉണ്ടല്ലോ, ഈ അത്തം തൊട്ട് ആ ദിവസമാണ് ഈ ഓരോന്നായിട്ട് പുറത്തെടുക്കുന്നത്. ഇതിന് വേണ്ടി ഡെയിലി പോയി ആ മുറിയുടെ വാതിൽ ഇത് പൂട്ടി താക്കോൽ അമ്മമ്മയുടെ ഇടുപ്പിലാട്ടോ സത്യം പറയുന്നത്. പൂട്ടി ഇങ്ങനെ വെച്ചേക്കും, അതിനകത്തുണ്ട് എല്ലാം കംപ്ലീറ്റ്. ഞങ്ങൾ ഡെയിലി പോയി നോക്കും അമ്മച്ചി എപ്പോൾ തുറക്കും എന്ന് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞത് എനിക്കതാ ഓർമ്മ വന്ന. പലഹാരങ്ങൾ ഏതൊക്കെയാ നമ്മൾ സാധാരണ? പക്കാവട, മുന്തിരിക്കൊത്ത്, അരിയുണ്ട, സംഭവം ഉണ്ടാക്കി വെച്ചിട്ട്
ശർക്കര വരട്ടി, ചിപ്സ്, ചേമ്പൊക്കെ വെച്ചിട്ടൊക്കെ ചിപ്സ് ഉണ്ട്, ഉപ്പേരി ഉണ്ടാക്കുമായിരുന്നു. കപ്പ ഉപ്പേരി. ഈവൻ ഈ പലഹാരം പറയുന്നത് നമ്മൾ ഇലയിൽ വിളമ്പുന്ന തന്നെ ഒരു കണക്ക്. നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഈ സൈഡിലും, അതായത് നമ്മൾ റൈറ്റ് ഹാൻഡ് ആണ് ശരിക്കും ഇത്. അപ്പോൾ ഇലയുടെ നാക്ക് ലെഫ്റ്റ് സൈഡിൽ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ എടുക്കുന്ന കറികൾ റൈറ്റ് സൈഡിൽ, പായസം, ചോറ്, അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഏറ്റവും കുറവ് എടുക്കുന്ന ചിപ്സ് ഒക്കെ ആയിരിക്കും ഈ സൈഡിൽ. അപ്പോൾ ആ ഒരു കണക്കിന് ഇത് വിളമ്പൽ പഠിക്കുന്നത് പോലും ഓണക്കാലത്താണ് പഠിച്ചിരുന്നത്. ഇങ്ങനൊക്കെ ആയിരുന്നെങ്കിൽ എന്തായാലും കൊതിപ്പിച്ചു. എന്നാ പിന്നെ ഒരു സദ്യയും കൂടെ സദ്യ ഉണ്ട്. ഇപ്പൊ ഓണക്കളികൾ നടക്കുകയാണ്. ഇപ്പൊ ഓണപ്പാട്ട് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഓണ ഡാൻസ് അല്ലേ? മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. രാമചന്ദ്രൻ. കടല കണ്ടു കടലു കണ്ടു കടലു കടയിലെ കടല കണ്ടു കടല കണ്ടു കടലു കണ്ടു കടലു കടയിലെ കടല കണ്ടു. കടല കണ്ടു കൊതി കൊണ്ടു പടപടോ കറുമുറ കടലു കലി കൊണ്ടു കടല കണ്ടു കടലു കണ്ടു കടലു കടയിലെ കടല കണ്ടു കടല കണ്ടു കടലു കണ്ടു കടലു കടയിലെ കടല കണ്ടു. അയ്യോ, ഒട്ടും പ്രതീക്ഷയില്ല ഈ പാട്ടിടുമെന്ന്. ഇത് ഞാൻ പാടിയ പാട്ടാണ്, പക്ഷെ ഞാൻ എഴുതിയ പാട്ടല്ല. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലെ ഓണാഘോഷം? അടിപൊളിയായിരുന്നു ശരിക്കും. ഈ ഓണം അടിപൊളിയായി. ഇവിടെ ഇരുന്നിട്ട് ശരിക്കും ഓണത്തിന്റെ മുന്നേ ഉള്ള ഒരുക്കങ്ങളും ആഘോഷമല്ല, ഈ ഓണം ഭയങ്കര കളർഫുൾ ആക്കി. തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഒരുപാട് ഓണ ഓർമ്മകളിലേക്കാണ് എല്ലാവരും പോയത്. അതാണ് ഏറ്റവും വലിയ സന്തോഷമായത്. പാട്ട് പാടുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും, നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്, പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മൾ ഓണക്കളികൾ, അതിനിടയിൽ നമ്മളും കാണിച്ചു കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനിടയിൽ ആകെ ഒരു വിഷമം മാത്രമേ പ്രിയങ്ക പറഞ്ഞോളൂ. ഇത് എല്ലാം കേട്ടപ്പോൾ, എല്ലാം അറിഞ്ഞപ്പോൾ, എല്ലാം ആസ്വദിച്ചപ്പോൾ സദ്യ കൂടി കഴിക്കണമെന്നൊരു കാര്യം പറഞ്ഞു. സദ്യവട്ടം എന്തായാലും ഒരു പായസം ആയാലോ? പെട്ടെന്ന് നടക്കും. അതെ, നമ്മളെ ഗസ്റ്റിന് എന്തായാലും മധുരം കൊടുക്കണ്ടേ? അപ്പൊ ഓണം കൂടെ ആയതുകൊണ്ട് നമുക്കൊരു പായസം കൊടുക്കാം. വേണ്ട, പായസം മാത്രമായിട്ടുള്ള പരിപാടി ഒന്നും നടക്കില്ല. നിങ്ങൾ എല്ലാവരും ഒന്ന് പായസം വെച്ചോ, ഞാൻ പോവാം. പക്ഷെ നിങ്ങൾ സദ്യയൊക്കെ ഒരുക്കണ ഒരു ദിവസം ഞാൻ വന്ന് നല്ല ഐശ്വര്യമായിട്ട്, ഗണപതിയായിട്ട് തുടങ്ങി വെച്ചില്ലേ, അപ്പൊ നല്ല ഐശ്വര്യമായിട്ട് ഞാനൊന്ന് സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ട് വേറൊരു ദിവസം വരും. ഓക്കെ, അപ്പൊ നമുക്കിനിയിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ പാചക മേഖലയിലേക്ക് കടക്കേണ്ട സമയമായിരിക്കണം. കാരണം നമ്മുടെ ഇതിൽ ഒഴിച്ചുകൂടാനാകാത്തൊരു കാര്യമാണ് നമ്മുടെ പാചകം. പ്രത്യേകിച്ച് ഓണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും ഈ ഓണക്കളികളും പാട്ടും ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുക്കളയിൽ നിന്ന് സദ്യകളെല്ലാം ഒരുക്കി, സദ്യയാണ് പ്രധാനം. സദ്യയിൽ ഏറ്റവും പ്രധാനം ഈ പ്രഥമൻ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പായസമാണ്. ആ പായസത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഏറെ പ്രിയപ്പെട്ട പ്രിയങ്കയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓണം ഒരുപാട് ആഘോഷിക്കാൻ പലയിടങ്ങളിലായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും ഹാപ്പി ഓണം അറിയിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം. കാര്യം ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സെലിബ്രിറ്റി കിച്ചൻ്റെ ഭാഗമായിട്ട് നിങ്ങളോടൊപ്പം ഈ ഓണത്തിൻ്റെ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിലുള്ള എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെല്ലാം വരാൻ പോകുന്ന പ്രോജക്റ്റുകൾക്ക് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ഇപ്പൊ നേടിയതൊന്നുമല്ല, ഇനി നേടാനുള്ളതാണ് ഇതിനേക്കാൾ മികച്ചതെന്ന് പ്രാർത്ഥനയും പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോ ഒരു അടിച്ച് പൊളിച്ചേ വിടാവൂ. സദ്യ കഴിക്കാൻ അല്ല, അതായത് പായസം കുടിക്കാനോ ഇല്ല, പാട്ടിടും ഡാൻസ് കളിക്കും. റെഡി?
എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ഓണം. അപ്പൊ എന്തായാലും സൂപ്പർ ആയിരുന്നു. ഓണ തമാശകൾ എന്തെങ്കിലും പറഞ്ഞോളൂ. നിങ്ങളുടെ നവീൻ തുടങ്ങട്ടെ. വിഷ്ണു എന്തെങ്കിലും തമാശകൾ പറയൂ. പറയണതിനെ കാട്ടി അതെ, നവീൻ തുടക്കം ഇട്ടു. ഇല്ല, തമാശകളെക്കാളും ഈ ഓണം എക്സ്പീരിയൻസ് റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഓണം ഫംഗ്ഷന് വിളിച്ചിരുന്നു. അപ്പോൾ 2 ആഴ്ച മുന്നേ വിളിച്ചിട്ട് തേഴ്സ്ഡേ വരണം, തേഴ്സ്ഡേ ആണ് ഓണം. ശരി വരാം, ഞാൻ വന്നോളാം. വണ്ടി കൊണ്ട് വേണ്ട, ഞാൻ വന്നോളാം. ഓക്കെ. അപ്പോൾ അടുത്ത മൺഡേ തൊട്ട് വിളിച്ചു തുടങ്ങി. തേഴ്സ്ഡേ ആണ് എല്ലാ ദിവസവും രാവിലെ വിളിക്കും. ഞാൻ പറഞ്ഞു ഞാൻ വന്നോളാം, ടെൻഷൻ അടിക്കണ്ട, ഞാൻ കറക്ഷൻ. എന്നിട്ട് വെനസ്ഡേ എൻ്റെ അടുത്ത് പറയാം, നാളെ പരിപാടി സാർ തീർച്ചയായിട്ടും വരണം, 8:30 എത്തണം. അപ്പോൾ മഹാബലിയൊക്കെ ഉണ്ട്, പ്രൊസഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആനയിച്ച് അകത്ത് കൊണ്ടുപോയി എല്ലാവരെയും കണ്ട് മഹാബലി ഓണ സന്ദേശമൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ലോട്ടെടുക്കും. അപ്പോൾ ലോട്ടിൽ സാറാണ് വിന്നർ. അപ്പോൾ ഗോൾഡ് കോയിനാണ് സമ്മാനം. സാർ വരാതിരിക്കരുതെന്ന്. സർപ്രൈസാണ്. എടുക്കാൻ പോകുന്ന ലോട്ടില് വിന്നർ ഞാനാണ്. എല്ലാം നേരത്തെ പറഞ്ഞു. അത് ഗോൾഡ് കോയിനാണ്. അപ്പോൾ വരാതിരിക്കരുത് please. ഇങ്ങനത്തെ ഓണമായിരുന്നു ദുബൈയിലുണ്ടായിരുന്നപ്പം. നമുക്ക് ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഈ ഹിന്ദിയില് 10 വാക്ക് ഓണത്തിന് എഴുതാൻ പറയായിരുന്നു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓണം के बारे में 10 वाक्य बताइए. केरल का त्योहार है. ओणम केरल का एक विशेष त्योहार है. विशेष त्योहार ये श्रावण महीने में आता है. ओणम के दिन लोग खुशियां मनाता है. ओणम के दिन लोग नया नया कपड़ा चुथते हैं. ഇല്ല ഇല്ല നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഇത് കഴിഞ്ഞു. അല്ല, നമ്മളെ പഠിച്ച വേറെയാണെന്ന്. അതെ. ഇപ്പൊ പഠിച്ചിറങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. എപ്പോ എപ്പോ കഴിഞ്ഞ ആഴ്ച ചൂട് മാറിയിട്ടില്ല. അപ്സര എപ്പോ പഠിച്ചിറങ്ങിയെന്ന് പറഞ്ഞത്? ചൂട് പോലും ഞാൻ വെറുതെ പല പ്രാവശ്യം വിടുന്നുണ്ട്. എപ്പോഴാ പഠിച്ചിറങ്ങിയ പറ. ഞാൻ എന്റെ SSLC എക്സാം എഴുതുന്നത് 2012 അയ്യോ ചേച്ചി, കുഞ്ഞു കുട്ടിയാ. അയ്യടാ പറഞ്ഞു നടക്കുക. ബുദ്ധിയുണ്ട്. ഒരു ഓണത്തിന് ഒരു സംഭവം ഉണ്ടായി. ഞാനും ഒന്നുമില്ല, വെറുതെ പറഞ്ഞാൽ ചേച്ചി പോട്ടെന്ന്. ഞാനും മനു പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു. അപ്പൊ ഞങ്ങള് ഇപ്പൊ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ നമുക്ക് കാണണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഓണത്തിന് സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രോഗ്രാംസ് വന്നാലും അങ്ങനെ എടുക്കാറില്ല. നമ്മൾ വീട്ടിൽ തന്നെ വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണ് ഓണത്തിൻ്റെ അന്ന്. മനുവിന് പ്രേമിച്ചു തുടങ്ങിയപ്പോൾ മനുവിനും ഓണം വരണം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ലൊക്കേഷനിലൊക്കെ ആയിരിക്കും. അപ്പം അന്ന് അപ്പോൾ ഒരു പ്രോഗ്രാം വന്നു, ഞങ്ങൾക്കൊരു ഷോ. എനിക്ക് തോന്നുന്നു മലപ്പുറത്താണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ഓക്കെ എടുത്തു. ഞങ്ങൾ 2 പേരും കൂടെ ബസ്സിന്, എൻ്റെ സിസ്റ്ററും ഉണ്ട്. ഞങ്ങളപ്പോൾ അരികത്തൊക്കെ ഇരിക്കുകയല്ല, അങ്ങനെ ഭയങ്കര സന്തോഷത്തിലൊക്കെ അവിടെ ചെന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഓണത്തിൻ്റെ അന്ന് ഭയങ്കര കാര്യമായിട്ട് എല്ലാവർക്കും പാക്കറ്റ് കൊണ്ടു തന്നു ഉച്ചയ്ക്ക് ഊണ്. അപ്പോൾ എന്തായാലും ചോദിച്ച സദ്യ പോലെ എന്തെങ്കിലും ആയിരിക്കും എന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ഹാപ്പി ആയിട്ടൊക്കെ തുറന്നപ്പോഴേ ബീഫ് ബിരിയാണി. ഓണത്തിനോ? മലപ്പുറത്തുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നമുക്കൊരു മനസ്സിനൊരു ഇന്നൊരു ഓണമല്ലേ, ഇന്ന് എങ്ങനെ നമ്മളൊരു ബീഫ് ബിരിയാണി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഞങ്ങളുടെ കാണാനുള്ള കണ്ട സന്തോഷത്തിൽ അങ്ങ് പോയി. അതെ. നവീൻ ചേട്ടന് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? അത് അവിടെ തന്നെ ചോദിച്ചില്ല. അങ്ങനെ അബദ്ധങ്ങൾ എന്ന് പറയാനായിട്ട് ഓണത്തിന് ഇതുപോലെ ഒരു ഷോ, ചെറുപ്പത്തിലായിരുന്നു ഇതുപോലെ ഒരു ഷോ എല്ലാം സെറ്റായി. തിരുവോണത്തിന്റെ അന്ന് എന്നെ വിളിച്ച് ഇന്ന ഡ്രസ്സാണ്, കോസ്റ്റ്യൂം ഇതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി, എല്ലാം റെഡിയായിട്ടിരുന്നു. പക്ഷേ അവർ വേറെ ആളെ വിളിച്ചു, എന്നെ വിളിച്ചില്ല. എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. അതാണ് എനിക്ക് ജീവിതത്തിൽ പറ്റിയൊരു ഓർമ്മ, ഓണത്തിനെ കുറിച്ചുള്ള നെഗറ്റീവ് ഓർമ്മ. പോട്ടെ, അവരതോർത്ത് ഖേദിക്കും. അല്ല, അവർക്ക് പോസിറ്റീവ്, ഖേദിക്കട്ടെ അവര് ഭാവിയിൽ. എന്താ വിഷ്ണു പറഞ്ഞു? ഞാനങ്ങനെ ഫെസ്റ്റിവൽസിനോട് അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആവാത്ത ഒരാളാണ്. ഫെസ്റ്റിവൽസ് ആണെങ്കിലും ബർത്ത്ഡേസ് ആണെങ്കിലും ഞാൻ അധികം എക്സൈറ്റഡ് ഒന്നും ആവാത്ത ഒരാളാണ്. അതുകൊണ്ട് നോർമൽ ഡേ പോലെ തന്നെ ഇന്നൊരു സെലിബ്രേഷൻ കഴിഞ്ഞ് പോകുന്നു. സോ അതല്ലാണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ഒന്നും ആവാത്തൊരു വ്യക്തിയാണ്. അതെനിക്കും അറിയില്ല, ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ എക്സൈറ്റഡ് ആവാറില്ല. അങ്ങനെ അതാ പറഞ്ഞത്, നോർമൽ ഡേ പോലെ തന്നെ പ്ലസ് സെലിബ്രേഷൻ പോലെ സദ്യ ഇതും കഴിക്കുന്നു. ആഘോഷങ്ങൾ എപ്പോഴും ഒഴിഞ്ഞു മാറാറുണ്ടോ? ഇല്ല, മാറാറില്ല. അല്ല അതാരാ പറയണെന്ന് നിങ്ങളൊന്ന് ശരിയാണോ? ഞങ്ങളൊരേ സെല്ലിലായിരുന്നു, അദ്ദേഹത്തിന് അതറിയാം.
പക്ഷെ ഷോക്ക് അടിപ്പിച്ച് ഇയാളായിരുന്നു. അല്ല, ദീപൻ ചേട്ടാ ഇപ്പൊ കല്യാണത്തിന് മുന്നേ ഉള്ളൊരു ബാച്ചിലർ ആയിട്ട് നടന്ന ഓണത്തിനെക്കാട്ടിലും ഇപ്പൊ കല്യാണം കഴിഞ്ഞ അച്ഛനായി ഭർത്താവായി അച്ഛനായി ആ ഓണം എന്താ അതങ്ങനെ ഒരു ഫാമിലി മാൻ ആവുന്നതിന് മുന്നേ ഉള്ള ഓണം തന്നെ പറയണം. ബാല്യകാലത്തെ ഓണം എനിക്ക് ഈ പൂക്കളം ഇടുന്നതും ഒരുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഈ ഡെക്കറേഷൻ ചെയ്ത പരിപാടി എനിക്ക് പണ്ടേ കുട്ടിക്കാലത്ത് ഇഷ്ടമാണ്. അപ്പം ഈ നമുക്ക് ആ 10 ദിവസ സമയത്തായിരിക്കും ഓണപരീക്ഷ വരുന്നത്. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ് വരുന്ന സമയത്ത് ബോർഡ് കൊണ്ടുവരുന്ന സമയത്ത് വീടിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന മതിലിനകത്തൊക്കെ നിൽക്കുന്ന പൂക്കൾ കളക്ട് ചെയ്യുക, അങ്ങനത്തെ അന്നൊന്നും വീട്ടിൽ നിന്ന് അത് മേടിച്ചു തരില്ല. അപ്പോൾ എനിക്ക് കുറേ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി മാൻ ആയപ്പോൾ ഇപ്പോൾ മക്കൾക്ക് ആ ഒരു അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. വീട്ടിൽ അത്തയിടും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഓണത്തിനെ കുറിച്ച് ഏറ്റവും നല്ല ഓർമ്മ. ഈ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ചിറയൻകീഴാണ് എൻ്റെ നാട്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് മഞ്ചാടിനടുത്തൊരു ദേശപ്രേമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നൊരു ക്ലബ്ബുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളിലാണ് സാധാരണ എല്ലാ ഓണ സമയത്ത് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. പാട്ട്, ഡാൻസ്, സ്കിറ്റ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെല്ലാം ഒരുപാട് മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ പറഞ്ഞ മൊബൈലിലൂടെ അല്ലെങ്കിൽ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം ഉണ്ടാകുന്ന അങ്ങനെ. പക്ഷെ നമുക്കൊക്കെ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ ഈ ക്ലബ്ബുകളിൽ പോയിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുക, അങ്ങനെ ഓരോരോ ക്ലബ്ബുകളിലും പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമുക്ക് ഓടി നടന്ന് എന്ത് പായസം കുടി മത്സരം, എല്ലാം അല്ല അത്തരം അല്ല പാട്ട് അത്തരം അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് എല്ലാ ഓണത്തിനും ഞാൻ എല്ലാ ഷോയ്ക്ക് പോകുന്ന സമയത്ത് പോലും എല്ലാ മിക്കവാറും തിരുവോണത്തിനന്ന് ചിറയൻകീഴത്തെ കുടുംബ വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ കൂടുന്ന ഒരു ദിവസം. അത് ഓണത്തിനോട് എല്ലാ പ്രോഗ്രാം മാറ്റി വയ്ക്കാറുണ്ട്. 99% മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അന്ന് വൈകുന്നേരം നമ്മൾ എല്ലാവരും ചേർന്നിട്ട് ഒരു യാത്രയാണ്, അടുത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി പിന്നെ അങ്ങനെ പോകുന്നതാണ് ഓണം. എപ്പോഴും ഓണം വളരെ മനസ്സിന് സന്തോഷം. പണ്ട് ഞങ്ങൾ അത്തപ്പൂക്കൾ ഇവിടെ ആയിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു വീട്ടിൽ. ഈ 10 തട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ തട്ടൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. ഞാനും അതെ, ഞാനൊരു നാട്ടിൻപുറത്ത് തന്നെയാണ്. നന്ദിയോട് എന്ന് പറയുന്ന സാധാരണ ഗ്രാമത്തിലാണ് ജനിച്ചത് വളർന്നതൊക്കെ. ഇപ്പോഴും അവിടെ തന്നെയാണ് നാട്. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെയാണ്. പണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് പൂ പറിക്കാൻ പോകും. കാരണം അത്തത്തിൻ്റെ അന്ന് പൂ പറിക്കാൻ പാടില്ല, ഇല മുറിക്കാൻ പാടില്ല എന്നൊക്കെ അമ്മ തിരുവോണത്തിൻ്റെ അന്ന് പൊട്ടിക്കാനൊന്നും പാടില്ലെന്ന് പറയണം. അപ്പോൾ തലേ ദിവസമേ എല്ലാവരും കൂടെ പോയി ഏറ്റവും കൂടുതൽ പൂ കളക്ട് ചെയ്യുന്നത് ആരാണോ അവർക്ക് ഭയങ്കര ഇതാ. പിന്നെ വീട്ടിൽ കൊണ്ടുവരിക. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇന്നും ഉണ്ട്, അന്നും ഈ ഓണ പരിപാടികൾ പ്രോഗ്രാം എല്ലാവരും ഒരുമിച്ചുള്ള സദ്യ കഴിക്കൽ. പിന്നെ ദൂരെ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ അന്ന് കാണാൻ പറ്റുന്നത്. പക്ഷെ അന്നെന്ന് വെച്ചാൽ കുട്ടികളെ പോലെ പോയി സമ്മാനം വാങ്ങാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അത് നമ്മുടെ നാട്ടിൽ പണ്ട് ഈ ഓണത്തിന് സമ്മാനം തരുന്നത് പ്ലേറ്റൊക്കെയാണ്. പ്ലേറ്റ്, ഗ്ലാസ്, പാത്രം. ഇപ്പോഴത്തെ ട്രോഫിയൊക്കെ ആയത്. അന്ന് അപ്പോൾ ഓരോ നമ്മൾ എണ്ണും ഏറ്റവും കൂടുതൽ പ്ലേറ്റ് കിട്ടിയത് ആരാണ് അതൊക്കെ. പക്ഷെ ഇപ്പം ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് സമ്മാനം കൊടുക്കാനൊരു ആളായിട്ട് പോകാൻ. വെരി ഗുഡ്. Milma presents Fera Foods Celebrity Kitchen Magic Season 3. Powered by Amruthaveni KSFE and നമ്മുടെ രാമചന്ദ്രൻ. ഓണ പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞു. അതെ. എങ്ങനെ എന്താ ചേച്ചി ദീപൻ എന്താ ഉണ്ടാക്കുന്നത്? ചക്ക വരട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ചക്കപ്രഥമൻ. ഓ, ഞങ്ങളെ കണ്ടില്ല, ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ചക്കപ്രഥമൻ. കിച്ചൺ മാജിക്കിന്റെ എല്ലാ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് ചക്കപ്രഥമൻ സഹായിക്കും. ശരിയാ. സാധാരണ നമ്മൾ പ്രഥമൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഈ കടല, അട, പിന്നെ നമ്മുടെ സേമിയ അതൊക്കെയാ പെട്ടെന്ന് മനസ്സിൽ വരിക. ചക്ക കൊണ്ടാകുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി ഉണ്ട്. ഞാൻ ഈ ചക്ക കിട്ടിയ സമയത്ത് കുറച്ചെടുത്ത് വരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കാം. ആദ്യം നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു, പാത്രം വെക്കുക, കയ്യിലെടുത്ത് മാറ്റുക, എന്നിട്ട് പൊക്ക് വെക്കുക. പൊക്കി വെക്കണം. ആരെ പൊക്കി വെക്കണം? കൈലി ഇതെന്താ? എന്നിട്ട് നെയ്യ് ഒഴിക്കുക. നമ്മുടെ മിൽമയുടെ നെയ്യാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളതും അത് ഓർഗാനിക് ആയിട്ടുള്ള നെയ്യാണ് നമ്മുടെ മിൽമയുടെ നെയ്യ്. ഒരു സ്പൂൺ മതിയോ? 2 സ്പൂൺ. നമ്മുടെ മിൽമയുടെ നെയ്യ്. അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നമുക്ക് ചക്ക ഒന്നുകൂടെ നെയ്യ് ശുദ്ധമായ നെയ്യല്ലേ? ഞാനെല്ലാം പറഞ്ഞു കൊടുത്തായിരുന്നു നേരത്തെ, അതാണ് കൃത്യമായിട്ട് പറയുന്നത്. ആ ചക്ക വരട്ടി ഇതിലോട്ട് പതുക്കെ എടുത്ത് പടവന്നിട്ട് എന്റെ മുഖത്തോട്ട് പയ്യെ പ്ലേറ്റ് ഇട്ടുള്ളല്ലേ? നല്ല കരിഞ്ഞ മണം. ഈ വരിക്കച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് നല്ല ജോലിയാ. ഇതാണ് ജോലി, വരട്ടിയെടുക്കുന്നതാണ് ജോലി. സമയം എടുക്കും. പണ്ടിങ്ങനെ വീട്ടിൽ അമ്മ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു കുപ്പിക്കകത്താക്കി വെച്ച് കുറേ നാളിരിക്കും. അല്ല, എങ്ങനെ വരട്ടുക? ശർക്കര ഉരുക്കി അരിച്ച് ചക്ക നെയ്യിൽ നല്ല വരട്ടണം. മാത്രമല്ല ഇത് ഇത്ര ആക്കി എടുക്കണ്ടേ? കണ്ടില്ലേ ഇങ്ങനെ കട്ടിയായി. ചക്ക അട ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാം. ഇതിലേക്ക് ഈ 2ാം പാൽ ഒഴിക്കണം. ലൂസായി വരണം അല്ലേ? ലൂസായി വരണം. മതി.
ഇനി ഇത് ചൂട് കയറുമ്പോഴത്തേക്ക് അത് ലൂസാവും. ലൂസാവും. ഞാൻ ഈ പായസവും ഓണമൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ഓർക്കുകയായിരുന്നേ, എൻ്റെ ജീവിതത്തിന്റെ ഒരു വലിയ വഴിത്തിരിവിൽ ഒരു ഭാഗം ഓണമാണ് കേട്ടോ. അയ്യോ എന്താ? ഞാൻ ഈ അഭിനയത്തിലേക്ക് വരുന്നത് ഫസ്റ്റ് എൻ്റെ ഷൂട്ട് എന്ന് പറയുന്ന കാവാലം നാരായണ പണിക്കർ സാർ പുനർജനി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലൂടെയാണ് ഞാൻ അഭിനയത്തിലേക്ക് വരുന്നത്. അത് ഓണത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. എന്നുവെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ റോഡിൽ തെരുവിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കൊണ്ടുവന്ന് ഈ ഓണപ്പുടവ തരുന്നതാണ് അതിൻ്റെ തീം ഷോർട്ട് ഫിലിം, കാവലം സാറിൻ്റെ. ആ ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത്. എത്ര വയസ്സുണ്ടാവും? വയസ്സ് പറയാൻ പറ്റില്ല. നല്ല പ്രായമുണ്ട്. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നല്ല ഓർമ്മകളിലേക്ക് അറിയാതെ ഇങ്ങനെ ഒഴുകി പോകുമ്പോ അതിനിടയിൽ പാറക്കല്ലായിട്ട് പ്രായം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് പറയും? അത് പറയും. 48. സന്തോഷമുള്ള കേൾക്കാൻ. MBBS പഠിക്കുന്ന മോളുള്ള ആളാ. മോൾ MBBS ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രായമാവണമെന്നൊന്നുമില്ല. ഏകദേശം അത് നാദർക്ക് അറിയില്ലേ, നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ആരോഗ്യം ചോദിച്ചിരിക്കുകയാണ്, മോളെന്ത് ചെയ്യുന്നു, മോളുടെ കല്യാണം കഴിഞ്ഞു, ഇത്രയും വലിയ മോളോ, ഒന്നും അറിയാത്ത പ്രായത്തിൽ പറ്റിപ്പോയി. നിങ്ങളിത് കണ്ടോ? ആ തേങ്ങാപ്പാലിന്റെ കളർ മാറി വരുന്ന നിങ്ങൾ ഇതാരെങ്കിലും ശ്രദ്ധിച്ചോ? കണ്ടോ? കണ്ടോ കളർ മാറി വരുന്നത്? ഒരു പച്ച കളറായിട്ടുണ്ട്. പച്ചയോ? അവൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉള്ളത് അങ്ങനെ പറയരുത്. പക്ഷെ മഞ്ഞെന്ന് പറയാൻ പറ്റും. ഇത് മഞ്ഞല്ല, ഒരു മഞ്ഞ ശർക്കരയുടെ കളർ, പച്ച കളർ. സത്യം പറയല്ലേ, വിഷ്ണു നാദര വേറെ ഏതോ ലോകത്താ. അവര് വരുന്നു ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തു. ആ ഒരു ചീത്തപ്പേരും കൂടെ ഉള്ളു, ഇനി വേറെ ലോകത്താന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാം. ഈ സമയത്ത് നമുക്ക് അടുത്ത് കിസ്മിസ് ഒന്ന് നെയ്യിൽ വരട്ടിയെടുക്കാം. പായസത്തിന്റെ അവസ്ഥ? പായസത്തിന്റെ നല്ല അവസ്ഥ ഏകദേശം കുറുകി വന്നു. കണ്ടില്ലേ? നല്ല നല്ല സൈഡിൽ നിന്നൊക്കെ വിട്ട ചക്ക രണ്ടാം പാലിൽ നല്ല മെൽറ്റായി ഒന്ന് കുറുകി. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ശർക്കര ചേർക്കണം. ഓൾറെഡി ഇത് നമ്മൾ വരട്ടിയതിലും മധുരം ശർക്കര ചേർത്തിട്ടാണ്. പക്ഷെ പായസം കുറച്ചുകൂടെ ആവശ്യത്തിന് ചേർത്താ മതി. ശർക്കര പൊടിച്ചോ? മതി, ശർക്കര പൊടിച്ചോ? മതിയാവും. ഇത് നന്നായിട്ട് കിണ്ടണം. കിണ്ടണോ? എന്ത് കിണ്ടണം? ഇളക്കണം. തമിഴ് ലാംഗ്വേജ് ആക്ച്വലി, തമിഴിൽ പറയുന്നത് ഇളക്കണേക്ക് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. തമിഴിലോ? കുണ്ടണി എന്താ? കുണ്ടണി ഉപദ്രവിക്കുക. അതൊക്കെ പുറത്ത് പറഞ്ഞ അടി കിട്ടും നമുക്ക്. കുണ്ടണി ചെയ്യാൻ നമ്മളിങ്ങനെ ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ കുണ്ടണി എന്നൊക്കെ. പിള്ളേർ കുണ്ടണി കൂടുക. നിങ്ങൾ കമന്റ് ഇടൂ ഗൈസ്. ഇനി ഇച്ചിരി വർത്താനം പറയാതെ ഇച്ചിരി ഏലക്കാപ്പൊടി ഇതിലോട്ടിടൂ. വാരി ഇടരുത്, ഒരു നുള്ള്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കണം. നല്ല കട്ടിപ്പാല്. മതി. ഇതിന്ന് ഒരു നുള്ളു. ഇതെന്താ ജിഞ്ചർ അല്ലേ? ഒന്നാം പാൽ ഒഴിച്ചു. നമ്മുടെ ഒഴിച്ചു. നമ്മുടെ പായസം കറക്റ്റായി. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ആയി, ഓഫ് ചെയ്തു. പായസം റെഡി. ഇനി അതങ്ങോട്ട് ഗ്യാസ് ഓഫ് ആക്കി. അങ്ങനെ നമ്മുടെ ചക്കപ്രഥമൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പൂണുണ്ടോ? എപ്പോഴും എടുത്തു. അങ്ങനെ യമുന ചേച്ചി വീട്ടിൽ നിന്ന് ചക്ക വരട്ടി കൊണ്ടുവന്ന് നമ്മളെ ചക്കപ്രഥമൻ ഉണ്ടാക്കി. നല്ല അടിപൊളിയാട്ടോ. സീരിയസ്ലി നല്ല ടേസ്റ്റ്. താങ്ക് യു. പായസം കഴിക്കാനായിട്ട് നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞു. പായസം കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പായസം വെച്ച യമുന ചേച്ചിക്ക് കുറച്ചുകൂടെ ഒന്ന് സന്തോഷം കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ഓണ സമ്മാനം കൊടുത്താലോ? ഉറപ്പായിട്ടും. അല്ല അപ്സര, അത് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർ എന്ത് പായസം ഓണത്തിന് വെച്ചെന്നുള്ളത് താഴെ കമന്റും കൂടി ചെയ്യാൻ പറ. നല്ലല്ലേ? നന്നായിട്ടുണ്ട്. ഇത് നമ്മൾ ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കും കൂടി നമുക്ക് എല്ലാവരും കൂടി ഷെയർ ചെയ്യാം. മേടിച്ചോളൂ. Crockery partner Minolta, Asian healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.